ഹായ് ഫ്രണ്ട്സ്, ഈ ബോട്ടിൽ കണ്ടില്ലേ? ഇത് വെച്ചൊരു ഡെക്കറാണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. ഇതൊരു ഇൻസ്റ്റാഗ്രാം ചാനൽ കണ്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ബോട്ടിൽ എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് എന്തായാലും ഞാൻ ചെയ്യുന്നത് പ്ലാൻ ഇട്ടിരുന്നതാണ്. ആക്ച്വലി ദിസ് ഇസ് എ ഡ്രോയിങ്, ഒരു ക്രിസ്മസ് റീത്ത്. ആൻഡ് ഇത് കണ്ടില്ലേ, ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനൊരു വട്ടം വരയ്ക്കാനാണ് റീത്തിന് ബേസായിട്ട്. ഞാനൊരു വരക്കാരി അല്ലാത്ത കാരണം ഞാൻ ഒരു A4 ഷീറ്റിൽ ഒരു പേപ്പർ സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ആ വൈൻ ബോട്ടിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. Next we need few paints. I have taken acrylic paints here and also a knife for the texture painting. ആക്ച്വലി ഈ ടെക്സ്ചർ പെയിൻറ്റിങ്ങിന് ഒരു ബേസ് വേണം വിത്ത് വാൾ പുട്ടി. ആ വാൾ പുട്ടി മിക്സ്ചറിൽ നമ്മൾ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ പെയിൻറ്റിങ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ വാൾ പുട്ടി ഇല്ലാത്ത കാരണം ഞാൻ പെയിൻറ്റ്സ് വെച്ച് മാത്രമാണ് ഇതൊന്ന് ചെയ്ത് പരീക്ഷിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇത് കുറച്ച് സക്സസ് ആയി വന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും കണ്ടിട്ട് പറയും. ആൻഡ് ദേ കണ്ടില്ലേ, ഈ ഒരു ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഈ സർക്കിളിന് ചുറ്റും ഞാൻ റീത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ആ ഒരു സർക്കിൾ ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ നന്നായി വരയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല വരയ്ക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പേപ്പർ റിമൂവ് ചെയ്ത് നമ്മൾ ആ ഒരു സർക്കിളിൽ ഇപ്പോൾ മിസ്സായിട്ടുള്ള പാർട്സ് ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമ്മൾ ആക്രിലിക് പെയിൻറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി കുറച്ച് ക്വാണ്ടിറ്റി ഈ നൈഫിലെടുത്തിട്ട് ഇങ്ങനെ ലീഫ് പോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ടെക്സ്ചർഡ് പെയിൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് നൈഫ് വെച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മിക്സ്ചർ ആ നൈഫിൻ്റെ സൈഡിലേക്ക് വന്ന് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ, ലീഫിൻ്റെ ഷേപ്പ് ആണെങ്കിൽ ലീഫിൻ്റെ ഷേപ്പ്, ഫ്ലവറിൻ്റെ ഷേപ്പ് ആണെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുമ്പോൾ നല്ല കുറച്ചും കൂടി കാണാൻ ഭംഗിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഫ്ലവേഴ്സ്, ഐ എം ജസ്റ്റ് ഗിവിങ് സിമ്പിൾ 3 dots ഫോർ ഫ്ലവേഴ്സ്. പിന്നെ ഒരു ബഡ്സ് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു സർക്കിളൊന്ന് കറക്റ്റായിട്ട് വരാനായിട്ട്. സി, നോ ഇറ്റ് ഈസ് ഡൺ. ഇനി ഈ ഒരു റിബൺ എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ പല പൊസിഷനിൽ വെച്ച് നോക്കി ആൻഡ് ഫൈനലി ഐ കെപ്റ്റ് ഇറ്റ് ഇൻസൈഡ് ദ റീത്ത്. സോ ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ഹോപ്പ് യു ലൈക്ഡ്.